ശ്രീ എം.എ. ബേബി, എം ടിക്ക് ആരുടെയും വിശേഷണങ്ങളോ എം ടിയുടെ പുസ്തകങ്ങൾക്ക് ആരുടെയും നിരൂപണങ്ങളോ ഒന്നും ആവശ്യമില്ല. മലയാളിക്ക് അത്രത്തോളം സ്വാഭാവികമായ വായനയാണ് എം ടിയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അത്രത്തോളം സ്വാഭാവികമായ അനുഭവമാണ് എം ടിയുടെ കലാജീവിതം എന്ന് പറയുന്നത്, എഴുത്തു ജീവിതം എന്ന് പറയുന്നത്. എങ്ങനെ അനുസ്മരിക്കുന്നു അങ്ങ് എം ടി വാസുദേവൻ നായരെ? ശ്രീ എം ജിയുടെ പേരിന്റെ ചുരുക്കം എം ജി എന്നാണ്. അത് ടി എന്നുകൂടി, എം പി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എം ജി ഒന്നുമില്ലാത്തത് എന്ന ഒരർത്ഥം പ്രത്യക്ഷത്തിൽ തോന്നാം. എല്ലാം ഉള്ളത് ആയിരുന്നു എം ജിയുടെ രചനകൾ എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ തീയുടെ ചൂടും വെളിച്ചവും എം ജിയുടെ രചനകൾ ഉണ്ടായിരുന്നു. അനുഭവങ്ങളുടെ അപരിചിതമായ ഭൂഖണ്ഡങ്ങളിലേക്ക് അദ്ദേഹം തന്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും ചലച്ചിത്ര ആവിഷ്കാരങ്ങളിലൂടെയും നമ്മളെ കൊണ്ടുപോയി. എം ജിയുടെ കഥകളിലൂടെ പലതവണ കടന്നുപോയിട്ടുള്ളവരാണ് നമ്മൾ പലരും. ഇന്ന് ഞാൻ വായിച്ച ഒരു കഥ രാജി എന്ന പേരിലുള്ള കഥയാണ്. അതൊരാൾ തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. ശങ്കുണ്ണി എന്ന പേരിലുള്ള അയാൾ അവസാനിപ്പിച്ചത് മന്ത്രവാദമാണ്. മന്ത്രവാദത്തിന്റെ നിരർത്ഥകതയാണ് യഥാർത്ഥത്തിൽ രാജി എന്ന കഥയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. പിന്നെ പള്ളി വാളും കാൽച്ചിലമ്പും എന്നത് നിർമാല്യം എന്ന പേരിൽ സിനിമയായി വന്നിട്ടുള്ളത് വളരെ പ്രസിദ്ധമാണ്. അതിലെ പ്രതിപാദ്യവും അതിന്റെ അവസാന രംഗവുമെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ആവിഷ്കരിക്കുക മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, മനുഷ്യന്റെ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ അദ്ദേഹം തന്റെ രചനകളിലൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാളിക്ക് താരതമ്യമില്ലാത്ത സാഹിത്യ അനുഭൂതി പ്രദാനം ചെയ്ത ഒരു മഹാസാഹിത്യകാരനാണ്. മലയാള ഭാഷയുടെ ഏറ്റവും ശക്തനായ ഒരു വക്താവാണ്. ഭാഷാപിതാവ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന എഴുത്തച്ഛന്റെ സ്മാരകം, തുഞ്ചൻ സ്മാരകം, ഏതാണ്ട് ഏകഹസ്തനായി അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഭാഷാ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. അതിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ നാം ഒരുപാട് കാലം ഓർമ്മിക്കും. മലയാളിത്വത്തിന്റെ പുരോഗമന, ജനാധിപത്യ, മതേതര സ്വഭാവങ്ങൾ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു എം ടി. ഒരുപാട് പറയുന്നില്ല, നമുക്കൊക്കെ വലിയൊരു ശൂന്യതയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് അനുഭവപ്പെടുന്നത്.